അസാധാരണ നീക്കവുമായി കേന്ദ്രം ഒറ്റ രാത്രി കൊണ്ടാണ് സൈനികരെ സ്ഥലം മാറ്റിയത്. സൈനിക മേധാവിയെ തന്നെ മാറ്റുകയാണ്. രാജ്യം ഭീകരരുടെ പിടിയിലമർന്ന പല സൈനികർക്കും ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ മോദിയുടെ ആഭ്യന്തരം എടുത്ത് അസാധാരണ നടപടികളാണ് ഇപ്പോൾ സ്ഥലം മാറ്റത്തിലൂടെ വെളിവാകുന്നത്. നിരവധി സൈനികരെ അടുത്തിടെ ഉണ്ടായ ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിന്റെ ഫലമായി നഷ്ടപ്പെട്ടപ്പോൾ രാജ്യത്താകമാനം കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തരത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. ഇവിടെ ഒരൊറ്റ രാത്രി കൊണ്ട് സൈനിക തലപ്പത്ത് അഴിച്ചുപണികൾ നടത്തി മുഖം രക്ഷിക്കാൻ ഒരുങ്ങുകയാണ് മോദി സർക്കാർ. കാശ്മീരിലടക്കം സൈനികർക്കെതിരെ ചാവേർ ആക്രമണങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സർവീസ് കാലാവധി ബാക്കി നിൽക്കെ BSF മേധാവിയെ നീക്കിയിരിക്കുകയാണ് കേന്ദ്രം. BSF മേധാവിയായ നിതിൻ അഗർവാളിനെ സ്ഥാനത്തു നിന്നും കേന്ദ്ര സർക്കാർ അസാധാരണമായി നീക്കിയത്. ഇദ്ദേഹത്തെ കേരള കേഡറിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയവർ നിരവധി ആക്രമണങ്ങൾ അടുത്തിടെ കാശ്മീരിൽ നടത്തിയിരുന്നു. ഇതിൽ നിരവധി സൈനികരെ ഇന്ത്യക്ക് നഷ്ടമായിരുന്നു. ഇതിൽ BSF മേധാവിക്ക് പിടിപ്പുകേടുണ്ടായെന്ന് കേന്ദ്രം ഭരിക്കുന്ന BJPയിൽ നിന്ന് തന്നെ വിമർശനവും ഉയർന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രി അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമായത്. കാർഗിൽ യുദ്ധത്തിന്റെ 1/4 നൂറ്റാണ്ട് പിന്നിട്ട വേളയിൽ മോദി പറഞ്ഞത് കാശ്മീർ സമാധാനത്തിന്റെ പാതയിലാണ് എന്നാണ്. എന്നാൽ അന്ന് തന്നെ ഭീകരാക്രമണം ഉണ്ടാവുകയും സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നതാണ് വാസ്തവം. ഇങ്ങനെ മോഡി ഭരണത്തിൽ കാശ്മീർ സമാധാനമെന്തെന്നറിയാതെ ആ ഭൂമിയിലെ സ്വർഗത്തിന്റെ താഴ്വരയിലെ പ്രദേശവാസികൾ തന്നെ പറഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിലൊക്കെയാണ് ഈ അസാധാരണ നടപടി. 2026 വരെ നിതിൻ അഗർവാളിന്റെ കാലാവധി നിലനിൽക്കെയാണ് കേന്ദ്രത്തിന്റെ ഇത്തരമൊരു നീക്കം. BSF മേധാവിയായ നിതിൻ അഗർവാളിന് 2 വർഷം കൂടി കാലാവധി ബാക്കിയുണ്ട്. അഗർവാളിന് പുറമെ BSF വെസ്റ്റ് SDG Y ഗുറാനിയെയും സ്ഥാനത്ത് നിന്ന് കേന്ദ്രം നീക്കിയിട്ടുണ്ട്. നിതിൻ അഗർവാൾ കേരള കേഡറിൽ തിരിച്ചെത്തുന്നതോടെ സംസ്ഥാന പോലീസിന്റെ തലപ്പത്തും മാറ്റമുണ്ടാകും. നിലവിലെ പോലീസ് ചീഫിന് 1 വർഷം കാലാവധി നീട്ടിക്കൊടുത്ത തീരുമാനം വരെ പുനഃപരിശോധിക്കേണ്ടിയും വരും. കഴിഞ്ഞ തവണ സംസ്ഥാന DGP നിയമനത്തിനുള്ളിൽ പട്ടികയിൽ 1-ാം സ്ഥാനത്തായിരുന്നു നിതിൻ അഗർവാൾ. എന്നാൽ കേരള കേഡറിലേക്ക് മടക്കമില്ലെന്ന് അറിയിച്ചതോടെയാണ് ഷെയ്ഖ് ദർവേസ് DGP ആയി മാറിയതും.